ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയും നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയും എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെയാണ് നമ്മൾ എല്ലാ ദൈവങ്ങളുടെയും ക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാടുകൾ സമർപ്പിക്കുന്നത്. എന്നാൽ ശിവക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന 2 വഴിപാടുകൾ ഒരുമിച്ച് നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അതുപോലെ തന്നെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും അതുപോലെ ഇഷ്ടകാര്യസിദ്ധിയും ആരോഗ്യ സൗഖ്യവും അതുപോലെ തന്നെ രോഗദുരിത ശാന്തിക്കും സർവ്വ ഐശ്വര്യം നൽകുന്നതാണ് ഞാൻ ഈ പറയുന്ന 2 വഴിപാടുകൾ. ഈ 2 വഴിപാടുകളും ഒരുമിച്ച് ഒരേ സമയം വേണം നമ്മൾ ശിവക്ഷേത്രത്തിൽ നടത്തുവാനായിട്ട്. അതിൻ്റെ ഒരു ഫലങ്ങൾ ഒരു വർഷം മുഴുവനും തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. ശിവക്ഷേത്രങ്ങളിൽ ഇത് നമ്മൾ കഴിപ്പിക്കേണ്ടത് അതിരാവിലെയാണ്. രാവിലെയാണ് ഈ വഴിപാടുകൾ കഴിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ എല്ലാവിധ ഒരു പൂർണ്ണതയോടും കൂടി ഫലം ലഭിക്കണമെങ്കിൽ അതിരാവിലെ തന്നെ നമ്മൾ വഴിപാട് ശിവക്ഷേത്രത്തിൽ നടത്തിയിരിക്കണം. എന്നാൽ ഈ പറയുന്ന പോലെ ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയോ ഈ വഴിപാടുകളൊക്കെ നടത്താവുന്നതാണ്. കുടുംബത്തിലെ സകല ദുരിതങ്ങളും മാറി ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് ഞാൻ ഈ പറയുന്ന 2 പുഷ്പാഞ്ജലികൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബില്വപത്ര പുഷ്പാഞ്ജലിയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയുമാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് നേടിത്തരുവാനും അതുപോലെ അത്രയധികം ഫലം ഉള്ള ഒരു 2 പുഷ്പാഞ്ജലിയാണ്. അത് ഒരേ ദിവസം ഒരേ സമയം വേണം ഇത് നമുക്ക് ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടത്. ഇത് 2 ഒരുമിച്ച് നടത്തിയാൽ സമ്പൽ സമൃദ്ധിയും അതുപോലെ ഇഷ്ടകാര്യസിദ്ധിയും ആരോഗ്യ സൗഖ്യവും രോഗദുരിത ശാന്തിയും സർവൈശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ് ഈ വഴിപാടുകൾ നടത്തിയാൽ. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.